നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ, ഡൊണാൾഡ് ട്രംപ് ഗാസ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം അവസാനിപ്പിക്കാനായി ഇട്ട 20 ദിന പദ്ധതികൾ അത് ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ടത് ഗാസയിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കുക, ബന്ദികളുടെ മോചനം, ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം, അങ്ങനെ തുടങ്ങിയ ഒരു 20 പദ്ധതികളാണ്. പക്ഷെ ഇസ്രായേൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു. 72 മണിക്കൂർ സമയം ഇസ്രായേൽ ഹമാസിന് കൊടുത്തിട്ടുണ്ട് ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട്. ഇത്തരത്തിൽ ഹമാസ് ഇത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. 3 ദിവസം, അതായത് 72 മണിക്കൂർ, ആ സമയമാണ് ഇനി ഹമാസിന് മുന്നിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു പദ്ധതി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ നമ്മൾ കാണുന്നു. അതിലൊന്ന്, ഇസ്രായേൽ ഈ പദ്ധതിയെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു, അംഗീകരിക്കുന്നു. മറുവശത്ത് അറബ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പിന്തുണയുമായി എത്തുന്നു. നിരവധി അറബ് രാജ്യങ്ങൾ, ജോർദാൻ, ഈജിപ്റ്റ്, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ അനേക രാജ്യങ്ങൾ പരസ്യ പിന്തുണയുമായി രംഗത്തെത്തി. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കരുത്ത് തന്നെയാണ് ഈ പദ്ധതിക്ക് പിന്നിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ പോലെയുള്ളവരുമായി ആലോചിച്ചാണ് ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്തത് എന്ന് ട്രംപ് പറയുന്നു. പക്ഷെ ലോകത്തിന് മുന്നിൽ വെച്ച ആ പദ്ധതിയെ യാതൊരുവിധ വിമർശനങ്ങളും ഇല്ലാതെ നെതന്യാഹു സ്വീകരിക്കുന്നു. പക്ഷെ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്രായേലിന് പരിപൂർണ സുരക്ഷ നൽകുന്ന ഒരു പദ്ധതിയാണിത്. ട്രംപ് വിഭാവനം ചെയ്തത് നമുക്ക് അത്ഭുതം തോന്നത്തക്ക തരത്തിലാണ്. ഒരു കാരണവശാലും ഇനി ഗാസ മുനമ്പിൽ ഹമാസിന് സ്ഥാനമില്ല. അതാണ് ഈ ഒരു പദ്ധതിയുടെ ആത്യന്തികമായ ലക്ഷ്യം. മറ്റൊന്ന്, ഗാസ മുനമ്പിന്റെ ഭരണം സംബന്ധിച്ച ഭാവി സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ, അതിനെ സംബന്ധിച്ചും വളരെ വിശദമായ പ്രതിപാദ്യമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ചിലതൊക്കെ ലോകത്തോട് പറഞ്ഞു. ആരാണ് ഇസ്രായേൽ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗങ്ങളിലൂടെ, തന്റെ വാക്കുകളിലൂടെ ഈ കഴിഞ്ഞ ദിവസം ലോകത്തെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി. നേരത്തെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ചില രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രവാദത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. പലസ്തീൻ രാഷ്ട്രവാദം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിനെ ട്രംപ് ഇക്കുറി നിശ്ചിതമായി വിമർശിക്കുന്നു, തള്ളിപ്പറയുന്നു. പലസ്തീൻ രാഷ്ട്രവാദത്തിലേക്കുള്ള ഒരു പാത തുറക്കലാണ് ഈ പദ്ധതി. പക്ഷെ ആത്യന്തികമായി പലസ്തീൻ രാഷ്ട്രവാദം ഇസ്രായേലിന്റെ സുരക്ഷാ ഭീഷണിക്ക് അപകടമുണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്തി മാത്രമേ സാധ്യമാകൂ എന്ന് ട്രംപ് പറയുന്നു. ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ അക്കമിട്ട് വിവരിക്കുന്നതിന് ഇടയിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ചില പ്രത്യേക പരാമർശങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേൽ എന്തുകൊണ്ട് ഗാസ മുനമ്പിൽ യുദ്ധം ചെയ്തു, എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമാധാന പദ്ധതിക്ക് ഇസ്രായേൽ കൂടി ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇസ്രായേലിന് ഈ പദ്ധതിയോട് ചില വിയോജിപ്പുകൾ ഉണ്ടാകാം. ഹമാസ് ഈ പദ്ധതിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ ഇത് മാത്രമേ ലോകത്തിന് മുന്നിലുള്ള ഒരു പോംവഴിയായുള്ളൂ. ഇത് അംഗീകരിക്കുക മാത്രമാണ് ഇസ്രായേലിന് മുന്നിലും ഹമാസിന് മുന്നിലുമുള്ള പോംവഴി. ഞാൻ 72 മണിക്കൂർ സമയം ഹമാസിന് നൽകുന്നു. ഈ 72 മണിക്കൂറിനുള്ളിൽ ആദ്യം ഹമാസ് ചെയ്യേണ്ടത് തടവിലാക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേലി ബന്ധികളെ വിട്ടയക്കലാണ്. മറ്റൊരു ഉപാധിയും ട്രംപ് വയ്ക്കുന്നില്ല. അതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇസ്രായേൽ പക്ഷെ പകരം 1700 പലസ്തീൻ തടവുകാരെ വിട്ടയക്കണം. ഈ ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ പിടികൂടിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 1700 പലസ്തീൻ തടവുകാരെ, മറ്റ് ഹമാസ് പോരാട്ടവുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടികൂടിയ 250 ആളുകളെ പറഞ്ഞ് തിരികെ കൊടുക്കണം. പക്ഷെ ഈ ഒരു വ്യവസ്ഥയിലേക്ക് ട്രംപ് ചില കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നു. 48 ബന്ദികൾ, മരിച്ചവരും ജീവിക്കുന്നവരും ഉൾപ്പെടെ. അപ്പൊ ഒരു ബന്ദിക്ക് 15 എന്നതാണ് ഇസ്രായേൽ അവലംബിക്കുന്ന ഒരു കണക്ക്. അത് തന്നെയാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇക്കുറി ഒരു ഇസ്രായേലി ബന്ദിയെ, മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ബന്ദിയെ വിട്ടുകൊടുക്കുമ്പോൾ 1:15. പക്ഷെ അതിനേക്കാൾ കൂടുതൽ പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കണമെന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. ഇവിടെ തടവുകാരെ ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിൽ കടുത്ത നിബന്ധന ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷെ 72 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലി ബന്ദികളെ പൂർണ്ണമായി വിട്ടയക്കണം. പിന്നീട് ഈ കരാറിന്റെ വലിയ പ്രത്യേകതകളുണ്ട്. ഗസ മുനമ്പിലെ ഹമാസിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഈ കരാർ നിലവിൽ വന്നാൽ അവസാനിപ്പിക്കണം. പകരം അവിടെ ഒരു ഇന്റർനാഷണൽ പീസ് ഓർഗനൈസേഷൻ താൽക്കാലിക ഭരണ ചുമതലയേൽക്കും. അതിൽ അധ്യക്ഷൻ മഹാനായ ഞാൻ തന്നെയായിരിക്കും. മഹാൻ എന്നല്ല ട്രംപ് പറഞ്ഞ, മാന്യനായ ഞാൻ തന്നെയായിരിക്കും എന്നാണ്. ട്രംപ് തന്നെയാണ് അത് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായ മാന്യനായ ഞാൻ തന്നെയായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത്.
മുൻ UK പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെ പോലെയുള്ള പ്രമുഖ വ്യക്തികൾ അതിലുണ്ടാകും. ജോർദാനിൽ നിന്നും ഈജിപ്തിൽ നിന്നും ഒക്കെയുള്ള പ്രതിനിധികളുണ്ടാകും, അറബ് രാജ്യ പ്രതിനിധികളുണ്ടാകും. അപ്പോൾ വിശാലമായ ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഒരു ഉപദേശക സമിതി, അതിനെ വിശദമാക്കുന്നില്ല അവരുടെ റോളുകൾ. പക്ഷേ സാങ്കേതിക വിദഗ്ധരും ഭരണ വിദഗ്ധരും പലസ്തീൻ സംബന്ധിച്ച കൂടുതൽ ധാരണയുള്ളവരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വിദഗ്ധ സമിതിയാകും ഇതിന്റെ താൽക്കാലിക ഭരണത്തിനെത്തുന്നത് ഗാസ മുനമ്പിന്റെ. 20 ദിന പദ്ധതിയിൽ ഓരോന്നും വിട്ട് വിവരിക്കുന്നുണ്ട്. ഈ പദ്ധതി എങ്ങനെ അവിടെ നടപ്പാക്കും, എന്താണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്. ആദ്യഘട്ടത്തിൽ തന്നെ ഹമാസ് ബന്ദികളെ വിട്ടുകൊടുക്കണം, പകരം ഇസ്രായേൽ തിരികെ പലസ്തീൻ പോരാളികളെ, പലസ്തീൻ തടവുകാരെ, തീവ്രവാദികളുടെ കയ്യിലുള്ളവരെ വിട്ടുകൊടുക്കണം. അതിന് പിന്നാലെ IDF-ന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഗസ മുനമ്പ് എന്ന് സമ്മതിക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ കാണുന്നത്. ഗസ മുനമ്പിലെ IDF-ന്റെ നിയന്ത്രണം 4 തട്ടുകളിലേക്ക് മാറ്റണം. ആദ്യം വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന IDF-നെ പിന്നീട് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് മാറ്റുക, പിന്നീട് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് മാറ്റുക. പക്ഷെ അത് വെറുതെ അല്ല. ട്രംപ് പറയുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അവിടെ ആദ്യം തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അവരുടെ നിയന്ത്രണത്തിലായിരിക്കും അവിടുത്തെ ക്രമസമാധാനം. IDF ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് നിയന്ത്രണ ചുമതല കൈമാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഘട്ടം ഘട്ടമായി 4 ഘട്ടം. ആ 4 ഘട്ടത്തിലൂടെ ഇസ്രായേൽ സൈന്യം ഗസ മുനമ്പ് വിട്ടുപോകണമെന്ന് അപ്പോഴും പറയുന്നില്ല. അതിലൊരു നോവാർ സോൺ, ഒരു ബഫർ സോൺ, വളരെ വിശാലമായ ഒരു ബഫർ സോണാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇസ്രായേലിനെ അംഗീകരിക്കുന്ന, ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന, ഇസ്രായേലിന് വിജയം നൽകുന്ന ഒരു പദ്ധതിയാണ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമതൊരു ഓപ്ഷൻ കൂടി ട്രംപ് പറയുന്നുണ്ട്. ആദ്യ പദ്ധതിയിൽ ട്രംപ് പറയുന്നു ഹമാസിന്റെ കീഴടങ്ങൽ അത് മാത്രമേ ഒരു ഉപാധിയായുള്ളൂ. ഏതെങ്കിലും വിധത്തിൽ ഹമാസ് കീഴടങ്ങാൻ തയ്യാറല്ല, ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറല്ല എങ്കിൽ ഇസ്രായേൽ അവരുടെ ജോലി ചെയ്തു തീർക്കണം. അതിനുള്ള പരിപൂർണ പിന്തുണ അമേരിക്ക നൽകും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇനി ഈ ഒരു അഗ്രസീവായിട്ടുള്ള യുദ്ധത്തെ തള്ളിപ്പറയാനോ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനോ ഇനി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് കഴിയില്ല. കാരണം അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പദ്ധതി നിരസിച്ച ഹമാസ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘമായി ഇനി മുദ്രകുത്തപ്പെടും. അവരെ ഏറ്റവും വലിയ ഭീകരവാദികളായി ചിത്രീകരിക്കും. അമേരിക്ക ഒറ്റയ്ക്ക് പൊരുതാൻ ഗാസ മുനമ്പിലേക്ക് ചെയ്യില്ല. അവിടെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അതാണ് ട്രംപിന്റെ തന്ത്രം. അപ്പോൾ ഹമാസിനെ മുട്ടിൽ നിർത്തിയ കളിയാണ് ട്രംപ് കളിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ ട്രംപ് പറയുന്നു ഏതെങ്കിലും വിധത്തിൽ ഹമാസ് ഇത്തരമൊരു കീഴടങ്ങലിന് തയ്യാറല്ല എങ്കിൽ IDF അവരുടെ ജോലി സമർത്ഥമായി ചെയ്യുക. IDF സുരക്ഷിതമാക്കുന്ന പ്രദേശങ്ങൾ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന് കൈമാറുക. പക്ഷെ IDF-ന്റെ ആത്യന്തിക ഉത്തരവാദിത്വത്തിലായിരിക്കും ഈ യുദ്ധം മുന്നേറുക. അപ്പോൾ യുദ്ധത്തിനൊടുവിൽ ഹമാസിനെ പൂർണ്ണമായി ചാരവും പൊടിയുമാക്കി മാറ്റി ഗസ മുനമ്പിനെ രക്ഷിക്കുക. അത് പക്ഷെ അത്യന്തം ഒരു രക്തരൂക്ഷര യുദ്ധമായി മാറും. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായ ഒരു നരവേട്ടയായി അത് മാറും. ഏറ്റവും ഭീകര അവസ്ഥയിലേക്ക് ഗസ മുനമ്പ് പതിക്കും. ഇവിടെ പക്ഷേ അമേരിക്കയെ തള്ളിപ്പറയാനോ ഇസ്രായേലിനെ തള്ളിപ്പറയാനോ അറബ് രാജ്യങ്ങൾക്ക് കഴിയില്ല. കാരണം അവർ ഈ പദ്ധതി അംഗീകരിച്ചു കഴിഞ്ഞു. പിന്നീട് ഈ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും സംയുക്തമായി വാർത്താമാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി അൽത്താനിയെ ഫോണിൽ വിളിച്ചു. താൻ ചെയ്തതിനൊരു മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള തുടക്കം. അത് ട്രംപിന്റെ തന്ത്രം തന്നെയാണ്. കാരണം ഹമാസിനെ ഒരു മേശയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഖത്തറിന്റെ ഒരു സൗമനസ്യം വേണം. ഖത്തർ പൂർണ്ണമായും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ കീഴ്പ്പെട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, നേരത്തെ മുന്നേ. പക്ഷേ ഖത്തറിനെ സംബന്ധിച്ച് അവരുടെ ഈ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്കിടയിൽ ഒരു പേരുദോഷം വന്നു. ഇസ്രായേൽ കടന്നാക്രമണം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ പോലും കഴിവില്ലാതെ തലകുനിച്ചു നിൽക്കുന്ന ഖത്തറിനെ അവർ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ ആ പരിഹാസത്തിൽ നിന്ന് രക്ഷ നേടാൻ ഒരു മാപ്പ് ഇസ്രായേൽ പറയണമെന്ന് നേരത്തെ തന്നെ ഖത്തർ മുന്നോട്ട് വെച്ചിരുന്ന ആശയമാണ്. ഒരു ഖത്തറി ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ ചെറിയ താഴെത്തട്ടിൽ ഉള്ള ചില പോരാളികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ഖത്തരി കൊല്ലപ്പെട്ടതിനെ ചൊല്ലി ഒരു മാപ്പപേക്ഷ നൽകണമെന്നും ഖത്തറിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണത്തെ ഇസ്രായേൽ ഒരു മാപ്പിലൂടെ അതൊന്ന് പരിഹരിക്കണമെന്നും ഖത്തർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതും പരിഹരിച്ചു. അപ്പോൾ വ്യക്തമായ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച രാവിലെ 11 മണിക്ക് തുടങ്ങി.
12:15 അവർ ഉച്ചഭക്ഷണം കഴിച്ച് പിരിഞ്ഞു. പിന്നീട് 1:30 സംയുക്ത വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ട്രംപിന്റെ മുഖത്ത് മാത്രമല്ല, നെതന്യാഹുവിന്റെ മുഖത്ത് മറ്റൊന്നും കാണാത്ത ഒരു ആത്മവിശ്വാസം നമുക്ക് കാണാം. യുദ്ധം അവസാനിക്കുന്നു അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നു എന്ന തലത്തിലെത്തി നിൽക്കുന്നു. ഇത് പൂർണ്ണമായും അമേരിക്കയുടെ ട്രംപിന്റെ ഒരു വിജയമാണ്. ഇതിലെ വ്യവസ്ഥകൾ അത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിലും ഇസ്രയേൽ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചത് 5 നിബന്ധനകളായിരുന്നു. ലോകത്തിന് മുന്നിൽ വെച്ച 5 നിബന്ധനകൾ. ഒന്ന്, തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കുക. 2, ഗസ മുനമ്പിന്റെ ഭരണം സംബന്ധിച്ച ഒരു കൃത്യത, അതിൽ സുരക്ഷയാണ് മുൻഗണന. 3, ഭീകരത എന്നേക്കുമായി ഗസ മുനമ്പിൽ നിന്ന് തൂത്തെറിയുക. പലസ്തീൻ രാഷ്ട്രവാദം തങ്ങൾ നിലനിൽക്കുന്നിടത്തോളം, ലോകത്തിൽ ജൂതന്മാർ നിലനിൽക്കുന്നിടത്തോളം കാലം അനുവദിക്കില്ല. 5, പലസ്തീന് സ്വയം ഭരണാവകാശം കൊടുക്കുന്നതിൽ സുരക്ഷ അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ നിയന്ത്രണം ഇസ്രായേലിന് നിലനിർത്തിക്കൊണ്ട് മാത്രമേ കഴിയൂ. അങ്ങനെ 5 നിബന്ധനകൾ. ഈ 5 നിബന്ധനകൾ നമുക്ക് പൂർണ്ണമായും ഈ പദ്ധതിയിൽ വായിച്ചെടുക്കാൻ കഴിയില്ലെങ്കിലും ഈ 5 നിബന്ധനകളിൽ ഊന്നിയാണ് 20 പദ്ധതി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഒരിടത്ത് പോലും ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ഒരു പ്രയോഗമോ ഒരു പദ്ധതിയോ ഇക്കാര്യത്തിൽ വിഭാവനം ചെയ്തതില്ല. അത് കൂടി എല്ലാറ്റിനും ഒടുവിൽ 19ാമത്തെ ഒരു ക്ലോസിൽ ട്രംപ് പറഞ്ഞു വെക്കുന്ന ഒരു ഭാവി സ്വപ്നമുണ്ട്. ഇത് പലസ്തീൻ രാഷ്ട്രവാദത്തിലേക്കുള്ള പാതയൊരുക്കലാണ്. അവിടെയും പലസ്തീൻ രാഷ്ട്രവാദത്തിലേക്കുള്ള പാതയൊരുക്കലാണ്. പക്ഷെ അതും ഇസ്രായേലിന്റെ പരിപൂർണ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ അത്തരം പദ്ധതികളിലേക്ക് നമ്മൾ കടക്കൂ എന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ പൂർണ്ണമായും പലസ്തീൻ രാഷ്ട്രവാദം ഇപ്പോൾ ഉൾക്കൊള്ളാതെ മറിച്ച് ഇസ്രയേലിന്റെ പരിപൂർണ സുരക്ഷ ഉറപ്പുവരുത്തി ഗസ മുനമ്പിൽ ഒരിക്കലും ഇനി ഹമാസിന് സ്ഥാനമില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. ഹമാസിന്റെ കാര്യത്തിൽ വളരെ കൃത്യതയോടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ ഹമാസ് പോരാളികൾക്ക് ആയുധം വെച്ച് കീഴടങ്ങാം, അതല്ലെങ്കിൽ അവർക്ക് ഗസ മുനമ്പ് വിട്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകുന്നു. അവർക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് അവർ അഭയം നൽകുമെങ്കിൽ ഹമാസിന്റെ പോരാളികൾക്ക് സുരക്ഷിതമായി കടന്നു പോകാനുള്ള പാതയൊരുക്കും. അപ്പോൾ വ്യക്തമാണ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ. ഇനിയൊരു വെടിവയ്പ് ഉണ്ടാകാതെ, ഇനിയൊരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാവാതെ പൂർണ്ണമായ ഒരു സമാധാന കരാർ, അതിലെ വളരെ ടാക്ട്ഫുൾ ആയിട്ടുള്ള അവതരണം, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഇസ്രായേൽ ഇത് അംഗീകരിക്കുമ്പോഴും 72 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഹമാസ് ഇത് എത്തരത്തിലാണ്? കാരണം ഈ പറഞ്ഞതുപോലെ കീഴടങ്ങുക എന്നുള്ളത് ഹമാസ് ചെയ്യുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയർന്നു. ഹമാസ് ഗാസ വിട്ടു പോകണം എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അപ്പൊ ഇത്തരത്തിൽ ഹമാസ് പൂർണ്ണമായും തോൽവി സമ്മതിച്ചുകൊണ്ട് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് നിർണായകമാണ്. പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ ശരിക്കും വിജയിച്ച ഒരു പക്ഷത്ത് തന്നെയാണ്. UN സഭയിൽ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിനെ പിന്തള്ളി പോകുന്ന പല രാജ്യങ്ങൾ. ഒരുപക്ഷെ ഇത്രത്തോളം നെതന്യാഹു തിരസ്കരിക്കപ്പെടുന്ന നിമിഷങ്ങൾ വേറെ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷെ അതിൽ നിന്ന് ഒരു വിജയിച്ച മനോഭാവത്തോടു കൂടി നെതന്യാഹു നിൽക്കുമ്പോൾ ഇനിയുള്ള പന്ത് ഹമാസിന്റെ കോർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഹമാസ് ആണ് ഇനി തീരുമാനം എടുക്കേണ്ടുന്നത്. ഒരുപക്ഷെ ട്രംപ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അനുവദിച്ച ഈ 20 പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചതോടുകൂടി നെതന്യാഹുവിന്റെ ജോലി അവിടെ തീർന്നിരിക്കുകയാണ്. ഇനി വേണ്ടത് ഹമാസിന്റെ ഇതാണ്. പക്ഷെ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. ചില കാര്യങ്ങൾ, ബന്ദികളെ വിട്ടു നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെയും ഹമാസ് അത് അനുകൂലിച്ചിരുന്നു. പക്ഷേ ഗാസ മുൻപിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ തോൽവി സമ്മതിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഗാസയുടെ പൂർണ്ണമായും ഉള്ള ആ ഒരു നേതൃത്വം മറ്റൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു നേതൃത്വത്തിലേക്ക് പോകുമ്പോൾ അത് ഹമാസ് എത്രമാത്രം അംഗീകരിക്കുമെന്നുള്ളതും ഒരു ചോദ്യമായിരുന്നു. കൃത്യമായ ഒരു ചോദ്യമാണ്, വിശദീകരണമാണ്. ഇതില് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പദ്ധതി ഒരു ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല എന്നതാണ്. ഇതിൽ ഹമാസിനോ ഇസ്രായേലിനോ ഈ പദ്ധതിയിന്മേൽ മറ്റൊരു ചർച്ച ചെയ്യാനോ പുതിയതായിട്ടൊരു വ്യവസ്ഥ കൂട്ടിച്ചേർക്കാനോ കഴിയില്ല. കാരണം പദ്ധതി അവതരിപ്പിക്കപ്പെട്ടു. അത് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. ഒന്നുകിൽ ഹമാസിനെ അംഗീകരിക്കാം, അല്ലെങ്കിൽ നിരാകരിക്കാം. അംഗീകരിച്ചാൽ യുദ്ധം ഉടൻ അവസാനിക്കും, സമ്പൂർണ്ണ സമാധാനത്തിലേക്ക് വരും. 72 മണിക്കൂർ വളരെ ചെറിയ സമയപരിധിയാണ്. ഹമാസിനെ സംബന്ധിച്ച് 2 ബന്ധികൾ ഒഴികെ ബാക്കിയുള്ള 20 ജീവിക്കുന്ന ബന്ധികളുമായും അവർക്ക് ഇപ്പോഴും വളരെ ശക്തമായ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഈ പദ്ധതി ഹമാസ് അംഗീകരിച്ചാൽ അപ്പോൾ തന്നെ വെടിനിർത്തൽ നിലവിൽ വരും. പിന്നീട് അവർക്ക് ബന്ദികളെ ആ പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിതമായി വീണ്ടെടുക്കാനും ഇസ്രായേലിനെ തിരികെ ഏൽപ്പിക്കാനും കഴിയും. ഇവിടെ കാതലായ ഒരു പ്രശ്നം ഉദിക്കുന്നത്
പൂർണ്ണമായും ഭരണതലത്തിൽ നിന്ന് ഹമാസ് മാറ്റി നിർത്തപ്പെടും. ഈ ആശയത്തോട് എത്രമാത്രം ഹമാസിന്റെ മേധാവികൾ യോജിക്കുമെന്നുള്ളതാണ്. മറുവശത്ത് പലസ്തീനികൾ ഒരുപക്ഷെ പരസ്യമായി ഈ കരാറിനെ പിന്തുണച്ച് രംഗത്തെത്തും. വലിയ ഓഫറുകളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എങ്ങനെ ഗസ ഭരിക്കുമെന്ന്. ഈ റെഡ് ക്രോസ് എന്ന് പറയുന്ന യുഎന്റെ റെഡ് ക്രോസ് ഉൾപ്പെടെ സഹായ വിതരണവും ഇനി ഗാസയൊന്ന് പുനർജീവിപ്പിക്കുന്ന തരത്തിലുള്ള 2022 സഹായ വിതരണത്തിന് തുല്യമായ ചില ഓഫറുകളൊക്കെ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഏറ്റവും 2024 ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഒക്ടോബർ 25 അതേ പാറ്റേൺ കീപ്പ് ചെയ്യുമെന്നാണ് ഈ പദ്ധതിയിൽ പറയുന്നത്. മറ്റൊന്ന്, ഈ ഗസ മുനമ്പിനെ എങ്ങനെ പുനർനിർമ്മിക്കുമെന്ന് ട്രംപ് ഇതിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അതിലെ ആശുപത്രി, അത്യാവശ്യം ജനങ്ങളുമായി ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. പിന്നീട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിക്ഷേപം വലിയ തോതിൽ ഗസ മുനമ്പിലെത്തിക്കും. അവിടെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ തുറക്കും. ഈ നിക്ഷേപ സാധ്യതകളുടെ ബലത്തിൽ ഗസ നിവാസികൾക്ക് വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. വീണ്ടും ഗസയെ പുനർനിർമ്മിക്കും. അമേരിക്ക അതിന് മുൻകൈ എടുക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയ്ക്കൊപ്പം അറബ് രാജ്യങ്ങൾ കൂടി ചേരുമ്പോൾ അതൊരു വിശാല പദ്ധതിയാണ്. അപ്പോൾ പലസ്തീനികൾ പൊതുവെ ഇതിനെ സ്വാഗതം ചെയ്യാനിടയുണ്ട്. പലസ്തീൻ രാഷ്ട്രവാദത്തെ തള്ളി പറയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന്, പലസ്തീൻ അതോറിറ്റിക്ക് ഗസ മുനമ്പിന്റെ ഭരണം കൈമാറുന്നില്ല. കാരണം പലസ്തീൻ അതോറിറ്റി പലപ്പോഴും ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടവരാണ്. ഹമാസിനെ ഭയപ്പെട്ടു നിൽക്കുന്നവരാണ് പലസ്തീൻ അതോറിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ആ ഭരണകൂടം. അവരെ ഗസ മുനമ്പ് ഏൽപ്പിക്കില്ല എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അതാണ്. അത്തരമൊരു പ്രാദേശിക ഭരണ സംവിധാനം നിലവിൽ വരണമെങ്കിൽ പൂർണ്ണമായും ഹമാസ് നിരായുധീകരിക്കപ്പെടും. ഹമാസിനെ നിരായുധീകരിക്കണമെങ്കിൽ അവിടെ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ പോലെ ആഗോളതലത്തിൽ ശക്തമായ ഒരു സൈനിക സാന്നിധ്യം ഉണ്ടാകും. IDF-ന്റെ കീഴിൽ നിന്നും ഒരു അന്തർദേശീയ ഒരു സഖ്യത്തിലേക്ക് ആ നിയന്ത്രണം ചെല്ലുകയും പിന്നീട് ഘട്ടം ഘട്ടമായി അവിടെ ഒരു സ്വയം ഭരണം ഉറപ്പുവരുത്തുകയും ചെയ്യുക. അങ്ങനെ വളരെ ഒരു ട്രാൻസിഷൻ പ്രോസസ്സാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഹമാസിനെ സംബന്ധിച്ച് ആത്യന്തിക തോൽവി തന്നെയാണ്. കാരണം അവർ ഗസ മുനമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങണം. ഇനി ഒരിക്കലും അവർക്ക് ഭരണം തിരിച്ചേൽപ്പിക്കില്ല എന്ന വ്യവസ്ഥ. മറുവശത്ത് അവശേഷിക്കുന്ന പോരാളികൾ ഒന്നുകിൽ അവിടെ ഒരു പരിവർത്തനം. കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ ചെയ്തതുപോലെ 3000 ഹമാസ് ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ ഉണ്ട് എന്ന് പറഞ്ഞെടുത്ത് 10,000-ഓളം ആൾക്കാരുണ്ടെന്നുള്ളൊരു സൂചനകൾ ഒരുപക്ഷെ കിട്ടുന്നുണ്ട്. ഈ 10,000-ത്തിലധികം കടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഗാസയിൽ ഉണ്ടായിരിക്കുന്ന ഒരുപക്ഷെ ഈ ഒരു യുദ്ധത്തിലെ ആക്രമണത്തിൽ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടു. അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഒരുപക്ഷെ ഇസ്രായേലിനോട് അത്രയേറെ അവരുടെ പകയും വേദനയുമുള്ള ജനം ഒരു ഭാഗം ഹമാസിനോടൊപ്പം ചേരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ പോകുന്നിടത്തുനിന്ന് മറ്റൊരു കൊലയാളി അവിടെ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇസ്രായേലിനോടുള്ള ഒരു ശത്രു മനോഭാവം ഒരുപക്ഷെ ഈ പറയുന്ന ഗാസ നിവാസികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവര് ഹമാസിനോട് ചേർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറഞ്ഞോളം രക്തച്ചൊരിച്ചിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയില്ലേ. കാരണം പലസ്തീനെ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്നുള്ളതിലല്ല, എത്രത്തോളം ജനം ഇതിനെ ഈ ട്രംപിന്റെ ഈ ഒരു പദ്ധതി അനുകൂലിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ മുറിവേറ്റവർ നിരവധി പേരാണ് അവിടെ ഉള്ളത്. അല്ല, അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു അവസാന ഓപ്ഷൻ. ഇതല്ലാതെ ഒരു ഓപ്ഷൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നിലില്ല. ബന്ദികളെ വീണ്ടെടുക്കാൻ ഇതൊരു അവസാനവട്ട ശ്രമമാണ്. ഒരുപക്ഷെ ഈ ഒരു പ്രപ്പോസലിൽ അവർ ബന്ദികളെ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ ബന്ദികളുടെ ജീവൻ വകവയ്ക്കാതെ ആത്യന്തിക പോരാട്ടത്തിലേക്ക് ഇസ്രായേൽ കടക്കും. അമേരിക്ക പരിപൂർണമായി അവർക്കൊപ്പം നിൽക്കും. ആത്യന്തിക പോരാട്ടം പലപ്പോഴും പരാജയപ്പെടുന്നത് ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഭയന്നിട്ടാണ് ഇസ്രായേൽ വലിയൊരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പലസ്തീനെ പുനർനിർമ്മിക്കാനും ഗസ മുനമ്പിനെ വീണ്ടും സുന്ദരമാക്കാനുമുള്ള ഒരു ഓഫർ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഈ ഓഫറിനെ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി സ്വാഗതം ചെയ്തിരിക്കുന്നു. ഹമാസിനെ സംബന്ധിച്ച് ഈ ഓഫർ സ്വീകരിക്കുക എന്നല്ലാതെ മറ്റു മാർഗം അവർക്ക് മുമ്പിലില്ല. അതല്ലെങ്കിൽ ഏറ്റവും ശക്തമായ യുദ്ധത്തിലേക്ക് കടക്കും. ഇവിടെ ഗസ നിവാസികളിൽ ബഹുഭൂരിപക്ഷവും ഈ പ്രപ്പോസലിനെ അംഗീകരിക്കാനാണ് സാധ്യത. ഗസയെ തള്ളിക്കളയാതെ, ഗസയെ ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കാതെയുള്ള ഒരു പ്രപ്പോസലാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ഒരു പക്ഷേ ലോകം കണ്ടിട്ടില്ലാത്ത തലത്തിലുള്ള ഒരു യുദ്ധഘട്ടത്തിലേക്ക് ഇനി കടന്നേക്കാം. അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുണ്ടെങ്കിൽ. ഇതുവരെ ഇസ്രായേൽ ഭയപ്പെട്ടത് അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ നയതന്ത്ര സമ്മർദ്ദമാണ്, ഒറ്റപ്പെടലാണ്. നേരത്തെ IDF-ന്റെ ചീഫ് ഇയാൽ സമീർ പോലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇത്തരമൊരു ഗസ നഗരം പൂർണ്ണമായി അധിനിവേശം ചെയ്യാൻ ഉത്തരവിട്ടപ്പോൾ ഒരു തിരുത്തലുമായി ചെന്നിരുന്നു IDF.
ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെടാൻ ഇടവരുമെന്നും വലിയ രക്തചൊരിച്ചിലിന് കാരണമാകുമെന്നും ബന്ദികളുടെ ജീവൻ അപകടത്തിലായേക്കാം എന്നും IDF മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ ഗസ നഗരം പിടിക്കാനുള്ള ഉത്തരവാണ് നെതന്യാഹു നൽകിയത്. അതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് ആത്യന്തിക വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും രൂക്ഷമായ യുദ്ധത്തിന് ട്രംപ് ആഹ്വാനം ചെയ്യുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. ഈ പ്രപ്പോസൽ അംഗീകരിച്ചില്ല. അതുകൊണ്ട് ഹമാസിന് അത്രയൊന്നും ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരുടെ എണ്ണത്തിലല്ല കാര്യം. 10,000 ഒരുപക്ഷെ ഹമാസ് പോരാളികൾ ഉണ്ടാകാം. പക്ഷെ അവർക്ക് ഇപ്പോൾ പഴയതുപോലെ ആയുധങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല. പ്രാദേശികമായി ആയുധ ഉൽപാദനങ്ങൾ അവരുടെ അതിനുള്ള ശക്തി കുറഞ്ഞിരിക്കുന്നു. അവരുടെ തുരങ്കങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും തകർന്നടിയുന്നു. ഇസ്രായേൽ സേന ഓരോ ദിവസവും കൂടുതൽ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി അത് പരിപൂർണമായി തങ്ങളുടെ കൈ കുമ്പിളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്നും അത്ര എളുപ്പമാണ്. പക്ഷേ ഇത് ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ, ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു പക്ഷേ വീണ്ടും ഒരു ഉണർത്തെഴുന്നേൽപ്പ് എന്നുള്ള തരത്തിലാണ്. കാരണം ഇപ്പൊ പലസ്തീൻ മറ്റൊരു അധികാര പരിധിയിൽ വരുമ്പോഴും ഹമാസ് എന്ന് പറയുന്നത് ലബനനും ഉറുമ്പ് ഇങ്ങനെ പെറ്റുപെരുകുന്നത് പോലെ, അല്ലെങ്കിൽ അത്തരത്തിൽ കൂന കൂട്ടുന്നത് പോലെ ഇവരുടെ ഒരു സംഘടന വീണ്ടും കൂന കൂട്ടാൻ സാധ്യതയുണ്ട്. തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികളൊക്കെ എന്ന് പറയുന്ന അത്തരത്തിലാണല്ലോ. 1ൽ നിന്നും 100ലേക്ക് എത്താൻ അവർക്ക് വലിയ താമസമൊന്നുമില്ല. അപ്പൊ ഇത്തരത്തിൽ മുറിവേറ്റവരും ഈ ഇത്തരത്തിൽ ഇതിനകത്തുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഗാസ ഒരു സമാധാനത്തിന്റെ പ്രദേശയിലേക്ക് പോകുമ്പോഴും ഒരുപക്ഷെ ഇത്തരത്തിൽ ഇവര് വീണ്ടും ഒരു ചുവടുവയ്പ് വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ എന്തൊക്കെ നടപടികളെ ഈ പദ്ധതിയിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? അത് ഈ പതിറ്റാണ്ടുകളായി ഇസ്രായേലിന്റെ സാന്നിധ്യം ഗാസ മുനമ്പിൽ അനുവദിക്കാത്ത ഒരു അന്താരാഷ്ട്ര സമൂഹ സമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിന് മാറ്റം വന്നത് 2023 ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇസ്രായേലിന്റെ ഇടപെടലുകൾ അമേരിക്ക അംഗീകരിക്കുന്നു. അമേരിക്ക നേരിട്ട് ഇതിന് മേൽനോട്ടം വഹിക്കുന്നു. ലോക രാജ്യങ്ങളുടെ ഇടപെടലുകൾ, അറബ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ. അറബ് രാജ്യങ്ങൾ ഇറാൻ ഒഴികെ മറ്റ് അറബ് രാജ്യങ്ങളൊന്നും ഹമാസിനെ പോലൊരു ഇറാൻ പ്രോക്സിയെ വളർത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ നേരിട്ട് ഗസ മുനമ്പിന്റെ ഭരണത്തിൽ ഇടപെടാനുള്ള അവകാശം സിദ്ധിക്കുമ്പോൾ ഈ ഹമാസിനെ എന്നേക്കുമായി അടിച്ചമർത്താൻ തന്നെയായിരിക്കും ഇപ്പോൾ ഗസ മുനമ്പിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഈ ഭരണകൂടം ശ്രദ്ധിക്കുക. ഭാവിയിൽ അവർ ഏർപ്പെടുത്തുന്ന ഒരു പപ്പറ്റ് ഭരണകൂടവും ഇത്തരമൊരു സങ്കല്പത്തിലൂടെ മാത്രമേ നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഇസ്രായേൽ ഇനി വെറുതെ ഇരിക്കില്ല. നെതന്യാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങളെ ശപിക്കുന്നവർ ശപിക്കപ്പെടും, അവരെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന്. അപ്പോൾ ഇസ്രായേലിനെ ശപിക്കുന്നവരെ ഞങ്ങൾ ശപിക്കും, അവരെ ഇല്ലാതാക്കും എന്ന നെതന്യാഹുവിന്റെ ഇന്ന് ട്രംപുമൊത്തുള്ള മാധ്യമ സമ്മേളനത്തിൽ നെതന്യാഹു പറഞ്ഞ വാക്കുകളാണ്. അതിന് സമാനമായ ഒരു പ്രയോഗം ഇന്ന് ട്രംപ് നടത്തുന്നുണ്ട്. ഇസ്രായേൽ സിറിയ മുതൽ ലെബനൻ വരെ, സൗദി മുതൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും അവർ ബന്ധങ്ങൾ വളർത്തും. മിഡിൽ ഈസ്റ്റ് ഞങ്ങൾ മാറ്റിയെടുക്കും. ഇതൊരു പുതിയ മധ്യേഷ്യയുടെ കഥയാണ് ഇവിടെ പിറക്കുന്നത് എന്ന് ട്രംപ് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. അത് അത്ര നിസ്സാരമല്ല. ട്രംപിനെ സംബന്ധിച്ച് ഇസ്രായേലിനെ പരിപൂർണ ഒരു സജ്ജരാക്കി, യുദ്ധസജ്ജരാക്കി ആ മേഖലയിൽ അജയ്യരാക്കി നിലനിർത്തേണ്ടത് അമേരിക്കയുടെ ഒരു ആവശ്യകതയാണ്. ആ ഒരു ഘട്ടത്തിലേക്ക് ഈ പദ്ധതി വഴി കൃത്യമായി എത്തിപ്പിടിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു. അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട്, അറബ് രാജ്യങ്ങളുണ്ട്. അവരുടെ പരിപൂർണ പിന്തുണ. കാരണം അവരൊക്കെ ഇറാൻ വിരുദ്ധരാണ്, ഇറാൻ പ്രോക്സികളെ ഭയക്കുന്നവരാണ്. എക്കാലത്തും സൗദി ഹൂതികളുടെ ആക്രമണത്തിൽ ഒട്ടനവധി നാശനഷ്ടങ്ങളിലൂടെ കടന്നുപോയ ഒരു രാജ്യമാണ് UAE, സൗദി അറേബ്യ, ഈജിപ്റ്റ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുകയാണ് ഈ ഒരു പ്രപ്പോസലിൽ. അപ്പോൾ ഇത് ആത്യന്തികമായി നെതന്യാഹുവിന്റെ വിജയം തന്നെയാണ്, ട്രംപിന്റെ വിജയം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ലഷ്കർ ഇ തൊയ്ബ, അൽ ഖ്വയ്ദ പോലുള്ള തീവ്രവാദികളൊക്കെ നമ്മളും അതിന്റെ തിക്താനുഭവങ്ങൾ നേരിട്ട് ഒരുപാട് അനുഭവിച്ചതാണ്. എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും പോലെ പിന്നെയും പൊളിച്ചു വരുന്ന കുറെ തീവ്രവാദങ്ങൾ, അതിനെയൊക്കെ ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അടിച്ചമർത്തേണ്ടുന്ന കാലഘട്ടം അടുത്തിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ളവരാണ് വീണ്ടും യുദ്ധങ്ങളിലേക്ക്, ഒരുപക്ഷെ ജനങ്ങളെ വീണ്ടും രക്തച്ചൊരിച്ചിലേക്ക് നയിക്കുന്നത്. ഗാസയുടെ ഒരു വെള്ള തൂവൽ തന്നെ പറക്കുന്നുണ്ട്, ആ ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം പറക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഈ 20 ദിന പദ്ധതികൾ ഒരുപക്ഷെ ഗാസയുടെ ഒരു പുനർജീവനം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഗാസ, പുതിയൊരു ദേശത്തെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ അല്ലെ എല്ലാവരും ഐക്യകണ്ഠേന ഏറ്റെടുത്ത ഈ ഒരു 20 ദിന പദ്ധതികൾ കൊണ്ടുവരട്ടെ, നമുക്കും ആശിക്കാം. എന്തായാലും ഹമാസിനെ ഭിത്തിയിലൊട്ടിച്ച ഒരു പ്രപ്പോസലാണ്. തീർച്ചയായിട്ടും 72 മണിക്കൂർ നീണ്ട 72 മണിക്കൂർ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.